ഇന്നത്തെ സ്പെഷ്യൽ വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, പാലക്ക് കൊണ്ടൊരു തോരനാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക്ക് ഒന്ന് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. സാധാരണ തോരൻ തയ്യാറാക്കുമ്പോൾ അരയ്ക്കുന്നത് പോലെ തന്നെ മതിയാകും. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് ഇത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിതൊരു മൺപാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് സവാളയാണ് ഒന്ന് ചെറുതായി അരിഞ്ഞ് ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള അത്യാവശ്യം നന്നായി ഒന്ന് വഴറ്റിയ ശേഷം മാത്രം നമുക്കിതിലേക്ക് പാലക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത്. കുറച്ച് കറിവേപ്പില കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം വെള്ളമുള്ളത് കൊണ്ടാണ് സവാള നന്നായിട്ട് വഴറ്റിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ആവി കയറാൻ മാത്രം അടച്ചു വെച്ച് കൊടുക്കാം. ഒരുപാട് സമയം അടച്ചു വെച്ച് കൊടുക്കരുത്. ഇത് നന്നായി ഒന്ന് ആവി കയറിയ ശേഷം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് ഈർപ്പമുള്ളത് കൊണ്ട് നന്നായി കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് പകുതി വേവായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത ശേഷം വീണ്ടും 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ ഒന്ന് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ പാകപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ തന്നെ കുറച്ച് തുവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തുവരപ്പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെന്തുടയാത്ത രീതിയിൽ ചെയ്യുന്നതാവും നല്ലത്. ഞാനിത് തയ്യാറാക്കിയ സമയത്ത് ഈ തുവരപ്പരിപ്പ് കുറച്ചധികം വെന്ത് പോയിട്ടുണ്ടായിരുന്നു. തുവരപ്പരിപ്പ് ഇതിൽ ചേർക്കുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയി കിടക്കുന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കുഴഞ്ഞു പോകും. ഇതിലേക്ക് ഇനി അവസാനമായി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് വളരെ ഹെൽത്തിയായി ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ വളരെ ടേസ്റ്റിയായി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്